നല്ല കുഴലപ്പം. ഇത് എവിടുന്ന? ഉമ്മ കുഞ്ഞിന്റെ ഉമ്മ കൊണ്ടുവന്നതാ. ചായക്കടക്കാരല്ലേ, പലഹാരങ്ങളൊക്കെ ജോറായിരിക്കും. അത്ര മേന്മയൊന്നും പറയണ്ട, ഉപ്പ് കുറെ കൂടുതലാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ ബാപ്പയുടെ പേര് ഹമീദ്, ഉപ്പപ്പാടെ പേരോ ഹൈദ്രോസ്, മൂപ്പരുടെ ബാപ്പയുടെ പേരോ അറിഞ്ഞൂടാ. അറിയൂല. എന്റെ ഉപ്പാപ്പയുടെയും അങ്ങേരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെയും ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം. അതൊക്കെ പിടിയിട്ടണമെങ്കിൽ തറവാട്ടുകാരായിരിക്കണം. നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ തറവാട്ടുകാരായി ഞങ്ങൾക്ക് കുറച്ചില്ല. താഹിറ, നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. മോളെ, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ? വേണ്ടമ്മായി. മോളെ, ഒരു വീടായാൽ പല പിണക്കങ്ങളും കാണും എന്ന് വെച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയിടവരരുത്. അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം. നടക്കാൻ ഇരിക്കാൻ. കുടുംബക്കാരും തറവാട്ടുകാരും അല്ലാത്തവരെ മേശപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിക്ക. അവൾ പറയുന്നൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ. എന്തു ചെയ്യാം, ബാപ്പയുടെ സ്നേഹം മൂത്തുമൂത്ത് അവൾ അങ്ങനെയായിപ്പോയി. കഴിക്കേ. അസ്സലാമലൈക്കും. ഞമ്മക്കിപ്പോ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാതായി. എപ്പ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അലിയാറ് കുഞ്ഞിയാക്ക് നിങ്ങളെ പറ്റി ആക്ഷേപം പറയാനേ നേരമുള്ളൂ. ഞങ്ങളെ എന്ത് ചെയ്തെന്നാ അങ്ങേര് പറയുന്നത്? ലാക്കിന്റെ അവലും കഞ്ഞി. ഹമീദും അലിയാറ് കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പാണെന്ന് പറയുന്നത് ശരിയാണോ? അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ? മോള് സുഖമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും ഇരുന്നാ പോരെ? അവരൊക്കെ വലിയ വലിയ തറവാട്ടുകാരാ. എന്തോടോ കാക്ക ഈ തറവാടെന്ന് പറയുന്നത്? അവരാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനും പാടില്ല. എന്താ കാളച്ചന്തേനി പിടിച്ചോണ്ട് പോയ ഉരുവോ മറ്റാണോ ഞങ്ങളുടെ മോള്? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നോക്ക്, അവർക്ക് അവരുടെ അന്തസ് കളഞ്ഞു വിളിക്കാൻ നോക്കുവോ? അന്തസ്, ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ മോളെ ആ നരകത്തി കൊണ്ടിട്ടത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇല മുള്ളിച്ചെന്ന് വീണാലും മുള്ള ഇല ചെന്ന് വീണാലും കേടൊക്കെ ഇലക്ക് തന്നെയാണ്. മുള്ളിന് നോ പ്രോബ്ലം. ഇപ്പോളേ അണ്ണാക്ക് വരലാണ് വല്ലതുണ്ടോ? നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതൽക്കേ നമ്മൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരാൻ വേണേ ശമ്പളം തന്നിട്ടുണ്ടാ? ഇപ്പൊ തന്നെ എത്രമാത്രം കുടിശ്ശിക ബാക്കിയുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാ? എന്റെ ശമ്പളവും അതിന്റെ പലിശയും തീർത്ത് തരാണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരൊറ്റടി വെക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല. എന്ന് വെച്ചാല് ഇക്കാട നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു, ചീത്തക്കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും. ഇക്ക വിഷമിക്കാണ്ടിരി. ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കില്ലല്ല. അല്ലാ അമീക്ക മമ്മാലിയ ഇരിക്കേ. എനിക്കിരിക്കാനൊന്നും സമയമില്ല. എന്നാ പിന്നെ നിക്കണാണ് നല്ലത്. ഞാൻ നിങ്ങളെ വീട്ടിലൊക്കെ തിരക്കിട്ടാ വരണം. സംഗതി മനസ്സിലായില്ലേ? കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും. എനിക്ക് മുതലും ഇപ്പൊ തന്നെ കിട്ടണം. മമ്മാലി, കുറച്ച് ദിവസത്തേക്ക് കൂടി അവധി തരണം. ഞാൻ ആകെ തറന്നിരിക്കുക. തരാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്? ഇതെന്താണിത്? അങ്ങനെ അങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക. കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ? വലിയൊരു വീട്ടില് ബന്ധുതയല്ലേ നടന്നത്?
ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പെണ്ണിനിറക്കി കൊടുക്കണം. എന്തൊരു ചെലവായിരുന്നു എന്റെ മമാലിക്ക. എന്താണിത്? ദേ മമാലിക്ക ഇങ്ങടെ നോക്കിയതേ. മമാലിക്ക, പണം ചോദിച്ചിട്ട് ഹമീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത്. പണം അങ്ങേര് തരും. ഇപ്പൊ ദേ ഞാനിത് തരും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും തരും, കൂടെ ചായയും കൊണ്ട് തരും. അത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ നോക്കി. ദേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇത് കുറച്ച് പൊതിയട്ടെ. വേണ്ടല്ലേ? വേണമല്ലേ? വേണ്ടല്ലേ? അല്ലോ ഒരേ നോക്കണ്. മമ്മാലി, ഒരു 3-4 മാസത്തെ അവധി എനിക്ക് തന്നേ പറ്റൂ. അതിനിടയ്ക്ക് മറ്റൊന്നും തരപ്പെട്ടില്ലെങ്കിൽ താമസിക്കുന്ന വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തരാം. നേരാണല്ലോ ഈ പറയണത്. ഇനി ഒരു അവധി കേൾക്കാൻ ഈ മമ്മാലിയെ കിട്ടൂല. എന്തൊരു കിടപ്പാണിത്? ഇന്ന് കടയിൽ പോകുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. ദാ ചായ. അല്ലാ. അല്ലാ. ഹമീദേ, എന്താ ഹമീദേ? ഹമീദേ, എന്ത് പറ്റി? ഞാനാ മുസ്തഫ. ദേ ഇത് കുടിക്ക്. വയ്യെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് പോയെന്തിനാ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മോൻ എന്റെ പെണ്ണിനെ കെട്ടിച്ചേരേ? എടോ, ഒരു ചായക്കടക്കാരന്റെ മോനെന്ന് പറഞ്ഞാൽ അതിലൊരു അന്തസ്സുണ്ട്. ഒരു പെട്ടിക്കടക്കാരന്റെ മീൻകച്ചവടക്കാരന്റെ മോനെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ ഇറച്ചിവെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധുത പഠിക്കും താൻ വിചാരിച്ചല്ലോടോ മുസ്തഫ. എനിക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇറച്ചിവെട്ടിന്റെ തൊഴിലാണ്. നാണം കെട്ട തൊഴില്. അമീതേ, എന്റെ തൊഴിലിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചാൽ നിങ്ങളുടെ മകളെ കെട്ടുപറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാനിപ്പോ ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ താൻ ഒലത്തും. ഞാൻ നിങ്ങളെ അപമാനിച്ചു മുസ്തഫ. ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു. എനിക്ക് മറക്കാനാവില്ല മുസ്തഫ. ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. കിടന്നോളൂ, കിടന്നോളൂ. അല്ലാ. ശ്വാസം വലിച്ചുവിട്. ഒന്നുകൂടെ വലിച്ചുവിട്. ഈ മരുന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. ഡോക്ടർ. താങ്ക് യു. അമീതേ, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വരാം. മോളെ, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ കാണണം. ശരി മാമ, ഞാൻ പിന്നെ വരാം. ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ.
അന്തസ് മോഹിച്ച് ബാപ്പ ചെയ്ത അപരാധം പുറത്തുതാ മോളെ. എന്തിനാ കരയുന്നേ? ഒരു ചായ. ചായ ഇല്ല. നാട്ടില്ല. ചായയല്ലേ ഒരു കാപ്പിയോട്. കാപ്പിക്ക് പാലില്ല. ഒരു സുലൈമാനി തരട്ടെ. കട്ടൻ ചായ വേണ്ട, ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് കൊടു. വാട്ടർ ജ്യൂസാ? പൊറോട്ടെ കോഴിയിറച്ചിയാ? അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. അത് എന്താണത്? പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പിന്നെ നേരെ ചോദിക്കാൻ പാടില്ലായിരുന്ന. ഇത് വലിയ പാടായല്ലേ ഇത്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും. പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ. ഓ എന്ന് 2 വടി എടുക്കട്ടെ. ഇന്നത്തേന് ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ചൂടാറിയിട്ടില്ല. ദേ വെള്ളം ഇപ്പൊ കൊണ്ടു തരാട്ടെ. വെള്ളത്തിന് ഭയങ്കര ചാമാണ്. വട എങ്ങനെയുണ്ട്? കൊള്ളാവാ? അല്ലേ അല്ലോ. ഏയ് വാട്ടർ ജ്യൂസ് 1 रुपया 99 പൈസ അവിടെ കൊടുത്തേക്ക്. ആഹാ, മുതലാളിയുടെ സ്ഥാനത്ത് ഇപ്പൊ താനാണല്ലേ? എടോ, ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത്. ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കു സുലൈമാനെ. എന്താണ് അമേരിക്ക വല്ലാതെ? ഒന്നുമില്ല, 2 ദിവസമായിട്ടൊരു ചുമയും പനിയും, വല്ലാത്ത ക്ഷീണം. വീട്ടില് വിശേഷമൊന്നും ഇല്ലല്ലോ. അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മൂന് നല്ല സുഖമില്ല. 4-5 ദിവസമായിട്ട് കിടപ്പാണ്. പേടിക്കാനൊന്നുമില്ല, ഒരു പനി. ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് കാണണമെന്ന്. ഉമ്മു പറഞ്ഞയച്ചതാണെന്ന് അവിടെ ആരും അറിയണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അവളെ അറിയിക്കണ്ട. പനി മാറിയ ഉടനെ ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടോ ഹമീദേ? ഒന്നിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോടെ അവളുടെ മേൽ നിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ തീർന്നായിരിക്കും വിചാരം. കുറച്ചു ദിവസമായി സുഖമില്ല കിടക്കായിരുന്നു. മോളെ, ഉമ്മ, മോളെ, എന്താ അസുഖം മോളെ? ഒന്നുമില്ലുമ്മ, ചെറിയ പനിയാ. ഡോക്ടറെ കാണിച്ചോ? മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? നീ കുളി മാറിയിട്ടുണ്ടോ മോളെ? 4-5 ദിവസമായിട്ട് പനി പിടിച്ചു കിടക്കുന്ന ആ പെങ്കൊച്ചിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങളെ കൊണ്ടായില്ല. കുരുമുളക് വെള്ളം കൊടുക്കുന്നുണ്ടത്രേ. കുരുമുളക് വെള്ളം. നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സാണ് ഈ കാണുന്നതൊക്കെ. ആലാക്കിന്റെ അവലും കഞ്ഞി. എന്റെ തറവാടിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ മാത്രം താൻ പറഞ്ഞല്ലോ കാക്ക. ഉമ്മ, ബാപ്പ മാമയുമായി വഴക്കിടുന്നു. ബാപ്പയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പറയട്ടെ മോളെ, പറയട്ടെ. ചാഞ്ഞു കിടക്കുന്നുണ്ടാ ഓടി കയറുന്നത്.
അപ്പോ നിങ്ങൾ എന്നെ ഇവിടെ പൊറുക്കാൻ സമ്മതിക്കില്ലല്ലേ? ഒന്നും ഈ നിലയിൽ ഇവിടെ പൊറുക്കണേലും നല്ലത് പൊറുക്കാതിരിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്നെ കൊന്നുകള. മോളെ, ബാപ്പാനെയും ഉമ്മാനെയും കണ്ടാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കരുതി വിവരം അറിയിച്ചത്. ഇപ്പൊ ഉള്ള സമാധാനം കൂടി ഇല്ലാതായി. ഒരു പനി പിടിച്ചതിന് ഡോക്ടറെ വിളിക്കാന്ന് വെച്ചാൽ ബാക്കി വല്ലതും വരുമ്പോ ആരെ വിളിക്കും? നിങ്ങളോ നിങ്ങളുടെ മോളോ ഒന്ന് തുമ്മിയാ മതിയല്ലോ, അപ്പൊ ഡോക്ടറായി കുത്തിവെപ്പായി. എന്റെ മോള് പണമില്ലാത്തോളായി പോയി. എന്താ സംശയം? പൊന്നും മുതലും തമ്മിൽ കെട്ടിച്ചയച്ചാലല്ലോ. കാശും പുത്തനും ഉണ്ടാക്കിയവർക്ക് അത് ചെലവാകുമ്പോ നടന്നു തോന്നും. ആ, അതിനോടുള്ള ആർത്തി തോന്നിട്ടാ ഞാൻ എന്റെ മോളെ ഈ നിലയിൽ എത്തിച്ചത്. ആ, അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? തന്റെ മോൾ അന്തസ്സോടെ ജീവിക്കണ്. വേണ്ട, ഹമീദിനെ കൊണ്ട് അധികം പറയിക്കണ്ട. നിങ്ങൾ എന്തിനാ ഒന്നും ഇരട്ടിയും പറഞ്ഞ് വഴക്കൂടുന്നത്? നിങ്ങൾക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറ, ഞങ്ങൾ അവളെ കൊണ്ടുപോയി നോക്കിക്കോളാം. ഞങ്ങൾക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ. ആ, ഒരു പനി പിടിച്ചപ്പോഴേക്കും ഞങ്ങൾ അവളെ പറഞ്ഞയച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അവരവളെ കൊണ്ടുപോട്ടെ പാപ്പ. നീ ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ട. ഞാൻ അവളുടെ കെട്ടിയവനാണെങ്കിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പനി തുടങ്ങി 2-ാം ദിവസം മുതൽ ഞാൻ പറയുന്നത് അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ. ആരും അത് ചെവിക്കൊണ്ടില്ല. എനിക്ക് പനി പകരുമെന്ന് പറഞ്ഞ അവളെ ഒരു ഇരുട്ടുമുറി കൊണ്ടേ കിടത്തി. അവളെ എവിടെ ഇട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമല്ലേ വാപ്പ അവര് കൊണ്ടുപോകുന്നത്? അവർക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. അവര് കൊണ്ടുപോയതാണെന്ന് ആരും പറയില്ലല്ലോ. നമ്മൾ പറഞ്ഞയച്ചാണെന്നല്ലേ പറയാ. നാണക്കേട്. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനി ഒരു നാണക്കേട് വരണ്ട. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. പിന്നെ ഇവിടെ കിടന്ന് അറിയിക്കാനാണോ നിന്റെ ആശ? ഇങ്ങനെ ഇടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ലല്ലോ. നീ ഞങ്ങളെ വേദനിപ്പിക്കരുത്, അത് നിനക്ക് ദോഷ. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ ഇവിടുത്തെ നിലയോർത്ത് പറഞ്ഞതാണ്. ഉമ്മോ, ഈ വീട് ഞാൻ ആശിച്ചതല്ല, പക്ഷേ ഇവിടെ കാലുകുത്താനാണ് എനിക്ക് യോഗം ഉണ്ടായത്. ഇനി ഈ വീട്ടിൽ നിന്ന് തന്നെ എന്റെ മയ്യത്തിറക്കി കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ മോള് ബാപ്പയോട് പകരം ചോദിക്കുക. താൻ ഒട്ടിക്ക് പോടൂ. എന്നാ അത് തന്നെ ഒന്ന് കാണണം. എടോ, ഇത് കോടതിയിൽ നിന്ന് ഉത്തരവാ. കോടതി ഉത്തരവാണെന്ന് മനസ്സിലായി. പക്ഷെ ഈ വീട്ടുകാർ വരുന്നവരൊന്നും ക്ഷമിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഒട്ടിക്കാൻ താൻ സമ്മതിക്കില്ല അല്ലേ? പോലീസിന് ആള് പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. വരട്ടെ. എന്താ എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിരിക്കെ. താൻ ആള് കൊള്ളാമല്ലോ കാക്ക. ഇത്രയും നേരം ഇവർ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. വന്നപ്പോ താനത് ആളെ മക്കാരാക്ക. നിങ്ങൾ ഇയാൾക്ക് കൊടുക്കാനുള്ള പണം കിട്ടാതായപ്പോ ഇയാൾ കേസ് കൊടുത്തു. നിങ്ങൾ 3 മാസത്തിനും എന്റെ കടം തീർക്കാന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ ഈ വീട് ജപ്തി ചെയ്യാനുള്ള ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് കത്തി ഒരു പിടിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സാറേ, ഞാൻ ഒരു അറുപതുകാരനല്ലേ. കടയിലേക്ക് പോകുന്ന വഴി ഇവരെ കണ്ടു, ഇവിടെ നിന്നു. തനിക്ക് തരാനുള്ള 4300 രൂപ. ഉച്ചടിച്ചോ നിൽക്കുന്നതിനെ പോകരുതോ? ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെയാ അയൽവക്കക്കാരുള്ളത്. മോക്ക് ഇനി ഒരു പേര് കണ്ടുപിടിക്കണം. ഉപ്പുപ്പാ തന്നെ ഒരു പേരും കിടും. ഓ, ഞാൻ എന്ത് പേരിടാനാ? എനിക്ക് പഴയ പേരുകളെ അറിയാവൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പേരുകളൊന്നും ഇഷ്ടപ്പെടില്ല. പണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ടുന്ന പേരുകളല്ലേ ഇപ്പൊ മനുഷ്യക്കിടുന്നത്. കുഞ്ഞിന്റെ വാപ്പായും ഉമ്മായും കൂടെ ഒരു നല്ല പേര് കണ്ടുപിടിച്ചതെണ്ണം. മോളെ, കൊച്ചുമോളെ, കൊച്ചുമോളെ. ബാപ്പ പറഞ്ഞത് കേട്ടില്ലേ? പുതുപുത്തൻ നല്ലൊരു പേര് കണ്ടുപിടിച്ചു.